ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു ചെയിൻസോ മേടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഗ്രൈൻഡിങ് വീലിനകത്തേക്ക് ഇട്ട് യൂസ് ചെയ്യാത്തൊരു ചെയിൻസോ. ഇതിന് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഏകദേശം 650 വരുന്നതിൻ്റെ വില. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇത് എത്രത്തോളം വേർത്താണോ അല്ലയോ നമുക്ക് ഈ വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട ഒരു യൂസർ മാനുവൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചെയിൻസോയുടെ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇത് നമുക്ക് റബ്ബറിൻ്റെ വാഷർ വരുന്നുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ കൂട്ട് ചൈനീസ് പ്രോക്കറ്റുമാരൊരു പല്ല് വരുന്നുണ്ട്. ഈ പല്ല് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെയുള്ള നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ പഴയ ത്രെഡ് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് മെഷീൻ്റെ കീ ഉപയോഗിച്ച് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇവ രണ്ടും കൂടെ ഉറപ്പിച്ച് കൊടുക്കാം. ഇത് ഉറപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ നട്ട് ആദ്യം ഇട്ട് കൊടുക്കാം. അതായിരിക്കും എളുപ്പം ഒന്നുകൂടെ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്യാം. ഇവിടെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എല്ലങ്കി തരുന്നുണ്ട്. അതുപയോഗിച്ച് നമുക്ക് നല്ലതായിട്ട് മുറുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ആ എല്ലങ്കിക്ക് നീളമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു എൻ്റെ ഇരുന്നൊരു എല്ലങ്കി എടുത്തു. ഇതാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ ടൈറ്റ് കൊടുത്ത ശേഷം ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റബിൾ സ്ക്രൂ വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഫ്രെയിം കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ 2 വെട്ടുണ്ട്. ഈ വെട്ടിനകത്ത് ഇത് കറക്റ്റ് വീഴുന്ന രീതി വേണം നമുക്കിത് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ ചെയിൻ ഇട്ട് കൊടുക്കാം. ചെയിൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഉപയോഗിച്ച് നമുക്കിത് വേണ്ട രീതിയിൽ ഈ ചെയിൻ ടൈറ്റ് ചെയ്ത് നിർത്താവേ. ഒത്തിരി ഓവർ ടൈറ്റ് ആവാൻ നോക്കണം. ഇതിന് ശേഷം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ഉപയോഗിച്ച് നമുക്കിവിടെ അടച്ചു കൊടുക്കാം. ഈ 2 സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് ഇത് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും നമ്മുടെ ഇത് മിസ്സായി പോകരുത്. വാഷർ അടുത്ത സ്ക്രൂ ഇടുന്നതിനിപ്പുറം നമ്മുടെ ഈ സേഫ്റ്റി ഗാർഡൂടെ നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് വേണം സ്ക്രൂ ടൈറ്റ് ചെയ്യാനായിട്ട്. ഇനി അവസാനമായിട്ട് പിടിപ്പിക്കാനുള്ള ഇതിൻ്റെ ഹാൻഡിലാണ്. ഈ ഹാൻഡിലൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഹാൻഡിൽ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് നമുക്കിവിടെ എല്ലങ്കി ഇട്ടിട്ട് അതും ടൈറ്റ് ചെയ്യാം. എന്നിട്ട് അവസാനമായിട്ട് ഇതിൻ്റെ കണ്ടെയ്നറിൽ കുറച്ച് ഓയിലൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വാഷർ ഉപയോഗിച്ച് നമുക്കത് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെയിൻസോ മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് അടിച്ച് നോക്കിയാലോ. നല്ല അടിപൊളിയായിട്ട് കട്ടാവുന്നുണ്ടേ. അപ്പോൾ ഈ ഹാക്സോ സെറ്റ് അടിപൊളിയാണ്. അപ്പോൾ നല്ലൊരു സൗണ്ടിനകത്തിട്ട് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ നോക്കിയാൽ നല്ല ഷാർപ്പായിട്ടാണ് കട്ടായിരിക്കുന്നത്. ഇത് എത്ര നാളിങ്ങനെ ഇതിൻ്റെ വാർത്തയിലൂടെ ഈ ബ്ലേഡ് നിൽക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് മുറിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഇത് മാക്സിമം കുട്ടികളാരും യൂസ് ചെയ്യരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ തെറ്റുവാണെങ്കിൽ നല്ല അപകടം ഉണ്ടാകും. കാരണം ഇത് വലിയ പിടുത്തമൊന്നുമില്ലാതാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങൊരു കുഴപ്പമുണ്ട്. ഇത് പിന്നെ നമുക്ക് ഇതുകൊണ്ടൊക്കെ ചെറിയ ആവശ്യമൊക്കെ പറ്റത്തുള്ളൂ, അല്ല ഹെവി യൂസിനൊന്നും ഇത് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.